കാണും നേരം കീരിയും പാമ്പും പോലെ കാണാം. കാണാനേരം തമ്മിൽ തമ്മിൽ പൊന്നേ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം. അമ്മയെന്ന നാട്യം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും വേളം നാക്കിനാലെ നീളം ഒന്നിച്ചാലും മുത്തം മുത്തം പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലും നാണം നാണം നാണലേ നിന്നും ഇമ്പം ചേരും കൂടും വീടും നന്നേ എന്നാലും പഴമൊഴി പതിരുതിരുകയോ തട്ടിയും മുട്ടിയും. ഓ യാ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും. മതി 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 വരവും സായി. അയ്യോ കൂടി ഒത്തിരി കുടിച്ചാലേ വയറിരി. കഷായം തന്നെയല്ലേ കുടിച്ചത്? അതെ. അല്ല, സാധാരണ കഷായം കുടിക്കുന്നവരെല്ലാരും അറയ്ക്കുന്ന ഭാവമാണല്ലോ വെക്കുന്നത്. അച്ഛമ്മയാണ് പുഞ്ചിരിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് കഷായം കുടിക്കുമ്പോൾ പണ്ടേ എങ്ങനെ എൻ്റെ മുഖം ചിരിച്ചോണ്ടിരിക്കും. അതേസമയം മധുരം കഴിച്ച എൻ്റെ മുഖം ഒരുമാതിരി കരയുന്ന പോലെ ഇരിക്കും. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഇച്ചിരി പഞ്ചസാര എടുത്തോണ്ടോ? ഇതവിടെ വൈ. അല്ല അച്ഛമ്മേ, ഈ കഷായം എന്തിനാ കുടിക്കുന്നത്? നെഞ്ചിരിച്ചിലിന്. നെഞ്ച് തിരിക്കുന്നതിനോ? നെഞ്ചരിച്ചിലിന്. ഓ, നിന്റെ മമ്മി ഉണ്ടാക്കുന്ന പൊട്ട കറികളുണ്ടല്ലോ, അതൊക്കെ കഴിച്ചിട്ടാണ് എനിക്ക് നെഞ്ചരിയുന്നത്. മമ്മി കേക്കണ്ട. ഓ, കേട്ടാ അവളിപ്പോ എന്നെ അങ്ങ് വിഴുങ്ങും. വരുന്ന പോടായിരുന്നേറ്റ് അവിടുന്ന്. അച്ഛമ്മയല്ലേ പറഞ്ഞ പഞ്ചസാര കഴിക്കുമ്പോ കരച്ചിലാ വരുന്നതെന്ന്? അതേ, നിങ്ങളെ പറ്റിക്കാൻ പറഞ്ഞതാ. എനിക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോയി ഇച്ചിരി പഞ്ചസാര എടുത്ത് തിന്നാൻ വയ്യ. കഷായത്തിന് ഭയങ്കര കയ്പായിരുന്നേ. കഷായം കഴിച്ചാൽ ഉടനെ മധുരം കഴിക്കണമെന്ന് കൃഷ്ണമക്കയിൽ പറയുമായിരുന്നു. എനിക്ക് എവിടുന്ന് ഒന്ന് എഴുന്നേക്കണം. നിങ്ങൾ എന്നെ ഒന്ന് പിടിച്ചേ. വേണമെങ്കിൽ തന്നെ എഴുന്നേറ്റ് പോ, ഞങ്ങളെ പറ്റിച്ച ആളല്ലേ. വേണമെങ്കിൽ മതി, നിങ്ങളുടെ മമ്മിക്കിട്ട് രണ്ട് കൊടുക്കാനാ. എന്താ പറഞ്ഞേ? എനിക്കിട്ട് രണ്ടെണ്ണം തരണമെന്നോ? അതെ. അതിന്റെ കാരണം എനിക്കറിയണം. കാരണോ? ഈ വീട്ടിൽ മീൻ നാറിയിട്ട് ഇരിക്കാൻ വയ്യ, അത് തന്നെ കാരണം. പായസം എല്ലാം ഉണ്ടാക്കുന്നേ, മീൻ വറുക്കും, അപ്പൊ ഇത്തിരി മീൻ നാറും. ഇങ്ങനെ നാർന്ന മീനൊന്നും ഇവിടെ വേണ്ട. അമ്മക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്കും പിള്ളേർക്കും വേണ്ടേ? അവര് പറഞ്ഞില്ലല്ലോ വേണമെന്ന്. ആര് പറഞ്ഞു? മീൻ വേണ്ട പിള്ളേരെ നിങ്ങൾക്ക്? നിനക്ക് വേണോടി? എടുത്തോണ്ട് പോയി കളടിയത്. അമ്മക്ക് എന്നാ പ്രാന്തുണ്ടോ? ഇവിടെ ആദ്യമായിട്ടൊന്നുമില്ല മീൻ വറുക്കുന്നത്. ഇതിനു മുമ്പ് മേടിച്ചിട്ടുള്ള മീനിനൊന്നും ഇത്ര നാറ്റമില്ല. വീട്ടിലോട്ട് ആരെങ്കിലും കയറി വന്നാ എന്തൊരു വൃത്തികേടാ. അതെ, വീട്ടിനകത്ത് എപ്പോഴും ചന്ദനം മണക്കണം, അതാ ഐശ്വര്യം. നീ മണക്കുന്നതല്ലേ പ്രശ്നമുള്ളൂ. ഉച്ചയ്ക്ക് വേഷം വെട്ടി വിഴുങ്ങുന്നതിനൊരു കുഴപ്പമില്ലല്ലോ. ഞാൻ മെഴുകാറില്ലല്ലോ. അഥവാ മെഴുങ്ങിട്ടുണ്ടെങ്കിൽ നാറ്റം അടിക്കാറുമില്ല. നാറ്റം അടിക്കാറില്ല. എവിടെ നാറ്റം അടിക്കുന്നത്? തന്നെ കളാം നീ അത്. ഓ, ഇവിടെ ഇരിക്കാൻ വയ്യ, ഛർദിക്കാൻ വരുന്നു എനിക്ക്. ഓഹോ, ഇപ്പൊ മനസ്സിലായി. എന്തുവാ? കഷായം കുടിക്കുമ്പോ പഥ്യമുണ്ടല്ലേ, മീൻ കഴിക്കാൻ പാടില്ല. എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഒന്നും ഇവിടെ മേടിക്കല്ല. ഞങ്ങളെ കഷായം കഴിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മീൻ കഴിക്കാം. വേണ്ട, അത്ര നിർബന്ധമാണെങ്കിൽ പറമ്പിലെ കണ്ട് കൊണ്ടിട്ട് പറക്കടി. അടുത്തോണ്ട് പൊടി അവിടുന്ന്. മണം അടിക്കുമ്പോ അച്ഛമ്മയ്ക്ക് കൊതി വരും, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. പാവം. അയ്യോടാ, അതാണോ കാര്യം? ഇത് ആദ്യമേ പറയണ്ടേ? അതിനൊക്കെ വഴിയുണ്ടമ്മേ. വാ മക്കളെ, നമുക്ക് പോയിട്ട് വരാം. നിന്റെ ഭാര്യ ഇത്ര സ്വാർത്ഥതക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് മീൻ കഴിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞിട്ടും അവള് കണ്ട മീൻ മേടിച്ചു. അയ്യോ, അത് കൊതി കൊണ്ടല്ലേ അമ്മേ. എന്നാലും ഞാൻ പച്ചക്കറി മാത്രം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മീൻ കഴിക്കാൻ തോന്നുന്നു? സ്നേഹമുണ്ടെങ്കിൽ അങ്ങനൊന്നും ചെയ്യത്തില്ല. പണ്ട് കൃഷ്ണമക്കലിന് അൾസർ വന്നപ്പോ 1 വർഷത്തേക്ക് ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പക്ഷെ എനിക്ക് വേണമെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? കൃഷ്ണമക്കയിൽ. പക്ഷെ ഞാൻ കഴിച്ചില്ല. എന്തുകൊണ്ടാ? അച്ഛന്റെ കൊതി കൊണ്ട് അമ്മയ്ക്ക് വയറുവേദന വരും. അല്ല, സ്നേഹം കൊണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അമ്മയുടെ കഷായം തീരുന്നിടം വരെ ഇവിടെ മീൻ വെക്കരുത്.
അത്രയല്ലേ ഉള്ളു. ആ. ആദ്യം ആ മോനൊല്ലിയായിട്ട് സംസാരിച്ച് ശരിയാക്കി തരാം. അല്ലമ്മേ, ഇവിടെ മീൻ വാങ്ങിക്കുന്ന നിർത്തുന്നതിന് പകരമേ അമ്മയുടെ ഈ കഷായം കൂടി നിർത്തുന്നതല്ലയോ നല്ലത്? നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. പോയി അതെടുത്ത് കളയടാ, ചെല്ലടാ. എന്തൊരു നാറ്റം. അല്ലേ, അടുക്കളയിലെ പായമൊക്കെ ഇങ്ങോട്ട് മാറ്റിയോ? ഓ, എൻ്റെ മോനോല്ലി, ഈ കരിമീൻ ഫ്രൈ കൂട്ടി എനിക്കിന്നൊരു ഒരു പറ ചോറുണ്ണണം. അല്ല മമ്മി, ഇവിടെ ഇരുന്ന് ഫ്രൈ ചെയ്താലും അച്ഛമ്മയ്ക്ക് മണം അടിക്കത്തില്ലേ? കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവൂടാ പാവം. നീ ആയിട്ട് വിളിച്ച് ഉണർത്താതിരുന്നാ മതി കേട്ടോ. എടാ, അത് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അല്ല കരിഞ്ഞു പോകും. എൻ്റെ അമ്മിനേട്ടാ, ഇത് വല്ലാത്ത കഷ്ടം കേട്ടോ. അമ്മയ്ക്കും കഴിക്കാൻ പാടില്ലാത്തൊന്നും നമുക്കും കഴിക്കാൻ പാടില്ലാന്ന് വെച്ചാൽ അമ്മയ്ക്ക് വയസ്സായി ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പോൾ ഒരുപാട് ആഹാരം കഴിക്കാൻ പറ്റാതെ വരും. അതൊക്കെ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ നടക്കാത്ത കാര്യം. അമ്മ മരിച്ചാലും ശരി ഞാൻ ഈ മീൻകറി കൂട്ടും. കുത്തുവെച്ചുണ്ടല്ലോ അമ്മ മരിക്കുന്ന കാര്യം ഇപ്പോൾ ആരാ പറഞ്ഞേ? എന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറ്റതള്ളയല്ലേ? നിന്നോട് പറഞ്ഞാൽ തീ കുറയ്ക്കാനായിട്ട് കരിയുന്നു കിടന്ന് നിനക്കൊക്കെ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നേ. അല്ലല്ലല്ല, എടാ നീ എന്നോട് എന്താ പറഞ്ഞോണ്ടാ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? അല്ലമ്മ, ഈ മസാലയെ പൊതിഞ്ഞ കരിമീൻ എന്നെ തുറച്ചു നോക്കിയപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. ആഹാ, നിന്റെ ഭാര്യ തുറച്ചു നോക്കിയപ്പോൾ ഇല്ലടാ നിന്റെ നിയന്ത്രണം വിട്ടത്. എന്റെ അമ്മയ്ക്ക് മണം അടിക്കാതിരിക്കാൻ വേണ്ടിയ പാചകം ഞാൻ ഇങ്ങോട്ട് മാറ്റിയത്. മണം എന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നടി, അതുകൊണ്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ ഞാൻ അപ്പുറത്തെ പറമ്പിൽ കൊണ്ട് വെക്കാൻ പറ്റുമോ? എന്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ല. എല്ലാരും ചേർത്ത് എന്നെ ഒറ്റപ്പെടുത്തു വരിയോ? ഇതെന്റെ ആക്രാന്തം മൂത്ത് അമ്മയ്ക്ക് ഭ്രാന്തായോ? ആക്രാന്തം മൂന്നാന്ന് എനിക്കടി. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ അയ്യോ, എന്റെ കാല് ഉളുക്കി. എന്റെ കാല് ഓടുന്നില്ല. അയ്യോ, ഓടുന്നില്ല എന്റെ കാല്. ഏത് കാലാ? എന്തുകൂടെ എത്ര കിണിക്കാൻ? എങ്ങനെ ഇരിക്കായിരിക്കും അമ്മേ? ഒരു കഷായവും മീൻ വറുത്തവും വരുത്തി വെച്ചവേനെ. നെഞ്ചരിച്ചിലിന് ഒരാഴ്ച കഷായം കഴിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ 6 മാസമെങ്കിലും കഷായം കഴിക്കേണ്ടി വരും. എന്നാലും ഇത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. അപ്പോൾ ഇനി ഒരുപാട് കാലം എടുക്കും ഇനി അമ്മയ്ക്ക് മീൻകറിയൊക്കെ കൂട്ടണമെങ്കിൽ. നല്ല മീനിൻ്റെ മണം. മോന് വലിയ പണി തുടങ്ങി. അമ്മയ്ക്ക് ഇനി എഴുന്നേറ്റിയെന്ന് അവളെ ചവിട്ടാൻ പറ്റത്തില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് പോടാ അവിടുന്ന്. ചേട്ടാ, ഭക്ഷണം റെഡി, മീൻ വറുത്തതും റെഡി. അമ്മയ്ക്കേ കഞ്ഞിയും അച്ചാറും. കഷായം കുടിക്കുമല്ലേ, അപ്പം മീനൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അമ്മയ്ക്കിപ്പോൾ എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അമ്മയ്ക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടുന്ന് എണീറ്റിട്ട് വേണ്ടേ വല്ലതും ചെയ്യാൻ? വേണമെങ്കിൽ ഞാൻ എഴുന്നേക്കാം. എന്നാ എഴുന്നേറ്റ് വാ. വാ. അവിടെ അങ്ങനെ പറയാനേ പറ്റും, എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ലല്ലോ. അവിടെ ഇരുന്നോട്ടെത്തും കേട്ടോ, ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാനേ പറ്റതേ ഉള്ളൂ. പിടിച്ചോണ്ട് പോടാ ഇവിടെ ഇവിടുന്ന്. മോനവല്ലി മതി, ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട്. അമ്മയ്ക്ക് കഞ്ഞി ഇങ്ങോട്ട് എടുക്കട്ടെ? അതാ നല്ലത്, അല്ലെങ്കിൽ കൊതു വിടും. വേണ്ട, എനിക്ക് നിങ്ങളുടെ കഞ്ഞി വേണ്ട. പട്ടിണി കിടന്ന് മരിച്ചാലും ഞാൻ കഞ്ഞി കുടിക്കത്തില്ല. ശേ, അങ്ങനെ പറയാതെ. ശരി, വേണ്ട. ആ, നിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. വാ. എന്തൊരു ഇരിപ്പാണ് ഇത്, കാല് മുറിച്ചു കളയേണ്ടി വരുമോ? കൃത്യസമയത്ത് തന്നെ എന്റെ മോൾ ഇവിടെ എത്തി. ഇത് നിങ്ങൾ രണ്ടും കൂടെ എന്നെ കൊല്ലാക്കൊള്ള ചെയ്യുമായിരുന്നു. ദയവായിട്ടാമേ എന്നെ ഇപ്പൊ ഇവിടെ എത്തിച്ചത്. മീനാക്ഷി എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന് നമ്മെ കാണാൻ വേണ്ടിട്ട്. എനിക്കറിയാൻ പോലെ എന്റെ പാവ അമ്മ. ഈ ദുഷ്ടത എല്ലാത്തിനും കാരണം എന്റെ അർജുനേട്ടാ. നാളെ ഇല്ലേ അർജുനേട്ടാ ഇവള് പറയുന്ന കേട്ടിങ്ങനെ എന്റെ അമ്മയെ പീഡിപ്പിക്കാൻ. എഴുന്നേക്കാൻ പോലും വയ്യാത്ത എന്നെ ഇവിടെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുമോ ഇതുങ്ങള്? സാരമില്ലമ്മ, പോട്ടെ. ഇനി അമ്മയുടെ മോളില്ലേ ഇവിടെ? അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ? ഞാനിപ്പോ തൽക്കാലം ഒരു സാധനം അമ്മയ്ക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതേ നോക്കിക്കേ. ഒരു ടണ്ണുണ്ടല്ലോ. 1/4 കിലോ എന്ന് പറഞ്ഞാൽ ഇത്രേ കിട്ടുള്ളൂ എനിക്കറിയാവോ? ഞാനേ പുളിയുണ്ടോന്ന് ആദ്യം നോക്കട്ടെ.
ചെറുതായിട്ട്. അതിന് ഭയങ്കര പുളിപ്പോ. ഇന്നുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഇത് മധുരമാണെങ്കിൽ മുഴുവൻ തന്നേക്കാം. പോരാ. അതൊക്കെ തിന്നടി. ടേസ്റ്റ് വേണോ? പുളിപ്പാ കൊടുക്കണ്ട, തിന്നോ, മുഴുവൻ തിന്നോ. അമ്മയ്ക്ക് പുളിപ്പ് കഴിച്ചൂടാ. അമ്മ ഇത് എവിടെ കാണിച്ചത്? ആയുർവേദാണോ? എന്താന്ന് എന്താ ചോദിച്ചേ നീ? അമ്മ ഇത് എവിടെയാ കാണിച്ചത്? ആയുർവേദാണോ? അമ്മ ഇത് എവിടെ കാണിച്ച, ആയുർവേദത്തിലാണോന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? പിന്നെന്താ എന്റെ മുഖത്തോട്ട് നോക്കുന്നത്? അങ്ങോട്ട് പറയാമല്ലേ? ആയുർവേദത്തില്ല, ഞാൻ മീൻ കഴിക്കാതിരിക്കാൻ വേണ്ടി ഇവരെന്നെ മനഃപൂർവ്വം ആയുർവേദ ആശുപത്രി കൊണ്ടുപോയതാ. കഷ്ട അർജുനേട്ടാ, ഇങ്ങനെ അമ്മയോട് കാണിക്കരുത് കേട്ടോ. അയ്യോ, കഷായം കഴിക്കുമ്പോ ഓറഞ്ച് കഴിക്കാൻ പാടില്ല. അമ്മേ, ഞാൻ ചേട്ടന്മാരെ എല്ലാരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാരും അമ്മയെ വിളിക്കും. ഈ അർജുനേട്ടനെ പോലെ സ്നേഹമില്ലാത്തവരല്ലല്ലോ അവര്. അതെ അതെ, അവര് വിളിക്കട്ടെ. ഇവരുടെ ദുഷ്ടത്തിന് എനിക്ക് അവരോടൊന്ന് പറയണം. അമ്മ എന്തായാലും റെസ്റ്റ് എടുക്ക്. ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും പോയി കഴിക്കാനുണ്ടായിക്കൊണ്ട് വരാം. ബിരിയാണി മതിയോ അമ്മേ? എനിക്ക് മീൻ പോലത്തെ എന്തെങ്കിലും ഒന്ന് വേണം. മീൻ പോലത്തെയോ? ആ, അല്ലെങ്കിൽ വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള എന്തോന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊണ്ടുപോവാ, കഴിച്ചോളാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പാഴ്സൽ വാങ്ങിച്ചാലോ? പാഴ്സൽ എന്തെങ്കിലും കൊണ്ടുപോവാ, വിശക്കുന്നു. ശരി. അതെ, എന്നെ ഒന്ന് പിടിക്കുക, എനിക്കൊന്ന് അകത്ത് പോയി കിടക്കണം. വേണ്ട, തൊട്ടുപോര് തന്നെ. എനിക്ക് എന്റെ മോളുണ്ട് സഹായിക്കാൻ. പോയിന് മോളെ സഹായിച്ചോട്ടെ. എണീറ്റോ അമ്മ, എണീറ്റോ. അമ്മയ്ക്ക് നടക്കാനിപ്പോ പറ്റത്തില്ലേ? ഇല്ല, എനിക്ക് നടക്കാൻ കാല് പതുക്കെ താത്ത് വെച്ച് അയ്യോ, എനിക്ക് കുറച്ചൊന്ന് ട്രൈ ചെയ്ത്. ഇവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു. അവിടെ പിടിച്ചാ എനിക്ക് എഴുതാക്കത്തില്ല. അല്ലെങ്കിലേ ഞാൻ ആ പിള്ളേരെ വിളിച്ചോണ്ട് വരാം. അതാകുമ്പോ അവർക്കാകുമ്പോ അറിയാലോ. മക്കളെ, പിള്ളേരെ. അമ്മ എന്നോടൊന്നും മിണ്ടുന്നില്ല അർജുനേട്ടാ. എല്ലാത്തിനും ആ കോകിലയാ വിളിക്കുന്നത്. ആഹാരം കൊടുക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും ഒക്കെ. അതിന് സന്തോഷിക്കല്ലയോ വേണ്ടത്? നിനക്ക് ഫ്രീ ആയിട്ട് ഇരുന്നൂടായോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു കവിത പാടാം. അമ്മ കഷായം കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചിക്കൻ വാങ്ങിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് കഞ്ഞി വെച്ചിട്ട് എനിക്ക് മാത്രം ചിക്കൻ വാങ്ങിച്ചത്. മറ്റൊന്നും വിചാരിക്കില്ലേ അമ്മേ? ഇല്ല ഇല്ല, ഒരു വായും കൂടെ. ഉപ്പില്ല. അയ്യോ, കഷായം കഴിക്കുമ്പോൾ തന്നെ അധികം ഉപ്പ് കഴിക്കാൻ പാടില്ല. ഒരു വായും കൂടെ. എനിക്കിവിടെ അധികം നാൾ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അമ്മ ഞാനിങ്ങ് കൊണ്ടുപോട്ടെ. ഓ, അത് മോക്കൊരു ബാധ്യതയാവും. അയ്യോ, എന്ത് ബാധ്യതയാമേ? അമ്മമാരെ മക്കൾക്ക് ഒരു ബാധ്യതയാണോ? അമ്മയുടെ സ്വത്തോ പണോ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ നോക്കിയേ, അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. സ്വാർത്ഥയാണ് കോകില, അമ്മയെ സ്നേഹിക്കാത്തവളാണ് കോകില എന്ന് ഇവിടെ ചിലരൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ അമ്മേ, ഇനി ഞാൻ അങ്ങനല്ല. എനിക്കെല്ലാം മനസ്സിലായി. അമ്മയെ സ്നേഹിക്കാത്ത മക്കള് ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ ചിലരൊന്നും ഗുണം പിടിക്കാത്തത്. അതെ. പോകില്ലേ അങ്ങ് പോവും. പിന്നെ അമ്മയെ നോക്കാൻ ഞങ്ങൾ രണ്ടുപേരെ കാണും ഇവിടെ. ഞാൻ പോകും, എൻ്റെ കൂടെ എൻ്റെ അമ്മയും കാണും. അമ്മയെ ഇവിടെ കിടന്ന് നരകിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അമ്മയ്ക്ക് കഞ്ഞി മതിയോ? ഇച്ചിരൂടെ വേണം. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ ചിക്കനും ചപ്പാത്തി ഒന്ന് കഴിച്ചിട്ടേ വേഗം വരാം. അത് ചൂടാറിപ്പോ, അതുകൊണ്ടാണ്. വന്നിട്ട് ഞാൻ തരാം. ഞാൻ കഞ്ഞി കോരി തരണോ? വേണ്ട. എന്നാ വാ, ചുണ്ടൊക്കെ കഴിച്ചു തരാം. നീ വാട്ടിന് പൊടി കഴിക്കാൻ നടക്കുന്നു. അച്ഛമ്മ ഇത് എന്ത് ഭാവിച്ചിട്ടാ?
കോകിലേന്റെ അച്ഛമ്മയെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. വിശ്വസിക്കരുത് അച്ഛമ്മേ. ഒന്നുമല്ല, കോകില ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല. അവർക്ക് എന്നോട് നല്ല സ്നേഹമാണ്. എന്റെ അച്ഛമ്മയെ കോകിലേന്റെ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അത് ഉറപ്പാ. ഈ സ്നേഹം അഭിനയം അച്ഛമ്മേ. ഞങ്ങളുടെ മനസ്സ് പറഞ്ഞ് ഇതിലെന്തോ പന്തികേടുണ്ട്. ഒന്നുമില്ല, ഞാൻ എൻ്റെ മോടെ കൂടെ പോവും. കോകിലാന്റിക്ക് അച്ഛമ്മയോടുള്ള സ്നേഹം ഒറിജിനൽ ആണോ എന്ന് നോക്കട്ടെ. ഒറിജിനൽ ആണെങ്കിൽ അച്ഛമ്മ കൂടെ പൊക്കോ, അല്ലെങ്കിൽ ഒരല്ലെങ്കിലും ഇല്ല, അവളുടെ സ്നേഹം ഒറിജിനലാ. അത് നോക്കാം, ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. നീ വാ. ചെല്ല്. കോകിലാൻഡ് വന്നിട്ട് ഞങ്ങൾ ഇതുവരെ മൈൻഡ് ചെയ്തില്ല. എന്നാ പറയാനാ മക്കളെ, അമ്മയുടെ കാര്യം ഓർക്കുമ്പോ ഒന്നിനും എനിക്കൊരു മൂടില്ലടാ. ശരിയാ, എത്ര കാലം ഇങ്ങനെ കിടക്കുമല്ലേ. ഈ പ്രായത്തിൽ ഇതുപോലെ ഫ്രാക്ചർ വന്നാൽ പിന്നെ മാറാൻ പാടാ. ഇങ്ങനെ കിടക്കും, പിന്നെ മരിക്കും. അങ്ങനെയൊന്നും പറയാല്ലേ മക്കളെ, നിങ്ങളുടെ കൂടെ അച്ഛമ്മയല്ലേ. അല്ല, ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. അച്ഛമ്മയ്ക്ക് ഇനി ഒന്നിനും കഴിയില്ല, കിടപ്പ് തന്നെയായിരിക്കും. ഇനി ഏത് മക്കളായിരിക്കും എന്തോ നോക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയെ നോക്കും, ഞാൻ കൊണ്ടുപോകാം എൻ്റെ അമ്മ എൻ്റെ കൂടെ. പൊതുവെ ഇത്തരം സാഹചര്യങ്ങളിൽ നോക്കുന്ന മക്കൾക്കാ രക്ഷിതാക്കൾ ഭൂരിഭാഗം സ്വത്ത് എഴുതി കൊടുക്കുന്നത്. ചിലരെ എഴുതി മേടിക്കുകയും ചെയ്യും. ഞങ്ങൾ ആരോടും പറയില്ല. കോകിലാൻഡിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടോ? എന്താടാ നീ പറഞ്ഞത്? ഞാൻ എൻ്റെ അമ്മയെ നോക്കുന്നത് സ്വത്തിന് വേണ്ടിയിട്ടാണെന്നോ? അമ്മേ, അമ്മേ. എന്താ അമ്മ ഇവര് പറഞ്ഞു കേട്ടോ അമ്മ? ഞാൻ അമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അമ്മയുടെ സ്വത്ത് മുഴുവൻ എഴുതിയെടുക്കാൻ വേണ്ടിട്ടാണ്. ഞാനിത് എങ്ങനെ സഹിക്കുന്നേ? അതുകൊണ്ട് അമ്മ അൽഷിമേഴ്സ് അഭിനയിച്ചപ്പോഴേ എവള് വന്ന് വിരലടയാളം അമ്മയുടെ എടുത്തോണ്ട് പോയില്ലേ ഉറക്കത്തില്. അതുകൊണ്ടാണ് പിള്ളേർ അങ്ങനെ പറയുന്നത്. അയ്യോ അമ്മ, അത് പണ്ട്. ഞാനിപ്പോ അങ്ങനെ അല്ല അമ്മ, സത്യമായിട്ട് സ്വഭാവം. അതെ, പണ്ടായിരുന്നു അങ്ങനൊക്കെ, ഇപ്പൊ അവൾ അങ്ങനൊന്നും അല്ല. അമ്മേ, ഒരു നിമിഷം നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം. അമ്മ ഇതെന്ത് ഭാവിച്ചോണ്ടാ? എന്താ ശരിക്കും അവളുടെ കൂടെ അങ്ങ് പോവാണോ? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ പോയേ, നീ ഇതിനകത്ത് ഇടപെടണ്ട. നീ എന്തിനാ മോനെ വലിയ വിഷമിക്കുന്നത്? അനുഭവിച്ചാലേ ഇതൊക്കെ പഠിക്കൂ. പോയതുപോലെ തിരിച്ചു വരും. നിങ്ങൾ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ അവളോട് ചോദിക്കാൻ പോയേ? സ്നേഹം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊരു നമ്പർ ഇട്ടതാ. അച്ഛമ്മയെ കൊണ്ടുപോകുന്നത് സ്വത്തടിച്ച് മാറ്റാനാണോ എന്ന് ഞാൻ അങ്ങ് ചോദിച്ചു. കോകിലാൻഡ് സീരിയസ് ആയി പറഞ്ഞതാവാനാണ് സാധ്യത. ഞാൻ പറഞ്ഞില്ലേ, അവളിപ്പോ പഴയ പോലൊന്നും അല്ല, സ്വഭാവം ആകെ മാറി. ഞാൻ എന്തായാലും അവളുടെ കൂടെ പോകും. അച്ഛമ്മ ഒന്ന് വെയിറ്റ് ചെയ്യേ. സ്നേഹം ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു പരീക്ഷണം കൂടെ നടത്താം, എന്നിട്ടാവാലോ തീരുമാനം. അച്ഛമ്മ കുറച്ചു നേരം കൂടെ ഒന്ന് ക്ഷമിക്കേണ്ടി വരും. എവിടെ പോയതാ രണ്ടുപേരും? ഞങ്ങള് സിൽസിയാൻഡിയുടെ വീട് വരെ പോയതാ. അല്ല, അച്ഛമ്മയെ കൊണ്ടുപോകാൻ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോകണം, അതല്ലടാ, അർജുനേട്ടൻ്റെ കാറില് അമ്മയെ കിടത്തിക്കൊണ്ട് പോകാൻ പറ്റിയല്ല. അമ്മയെ കിടത്തിക്കൊണ്ട് പോകാൻ പറ്റിയ വണ്ടി ഏതാ ഉള്ളത്? ലോറി വിളിക്കും. പോടാ, വേണമെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ കിടത്തിക്കൊണ്ട് പോകാൻ ആംബുലൻസ് വരെ വിളിക്കും. ടാങ്കർ ലോറി മറിഞ്ഞേ, ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞിട്ടുണ്ട്. അത് ഏത് നിമിഷം പൊട്ടിത്തെറിക്കും. എല്ലാരും ഓടി രക്ഷപ്പെടാൻ നോക്ക്. അവിടെ പാനിലേക്ക് ഒന്നും ഇടരുത് കേട്ടോ. മമ്മി ഡാഡി വിലപിടിപ്പുള്ളതൊക്കെ എടുത്തു. അപ്പുറത്ത് ടാങ്കർ ലോറി മറിഞ്ഞു. എന്താ തൊട്ടപ്പുറത്ത് ആരെ ക്ലീനർ വേണമെന്ന് പറഞ്ഞേ? മനസ്സിലായില്ല. ക്ലീനറോട് ഒന്ന് പറഞ്ഞു. എന്നെ കൂടെ ഒന്ന് പിടിക്കേ. നടക്കാൻ വയ്യ. എന്നെ പിടിക്കാൻ
അയ്യോ എന്നെ കൊണ്ടുപോ, എന്നെ എല്ലാരും അങ്ങ് പോയോ, എന്നെ കൂടെ കൊണ്ടുപോ. അവിടെയാണ് പറഞ്ഞത് ഭഗവാനേ, അയ്യോ അയ്യോ ഞാൻ ഇപ്പൊ ചാവും, ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും. നീ എന്തിനാ ഓടി ഇങ്ങോട്ട് വന്നത്? പൊടി, നീ പോയി രക്ഷപ്പെട്. ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാക്കരുത്. പോയി, എന്റെ മോക്കില്ലാത്ത സ്നേഹം നിനക്ക് വേണ്ട. പോയി രക്ഷപ്പെട്. ഇല്ലമ്മേ, മരിക്കുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മരിച്ചാൽ മതി. ഇവിടുന്ന് ഓടി രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വിലപ്പെട്ട സാധനം എടുത്ത് ഓടണം. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വിലപ്പെട്ട എൻ്റെ അമ്മയാണ്. അമ്മയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അമ്മ ജീവിച്ചിരിക്കുന്നത്? മരിക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാമേ. അച്ഛമ്മേ, അത് ഗ്യാസ് ടാങ്കർ പൊട്ടിയതല്ലോ, ഞാനൊരു പടക്കം പൊട്ടിച്ചതാ. ഗ്യാസ് ടാങ്കർ നമ്മൾ പൊട്ടിയിട്ടൊന്നും ഇല്ല, ഞങ്ങൾ ഒരാളെ കൊണ്ട് പറയിപ്പിച്ചതാ, കോകിലാന്റിയുടെ സ്നേഹം പരീക്ഷിക്കാൻ വേണ്ടിട്ട്. മഹാഭാവികളെ, അതിന് ഇത്രയൊന്നും വേണ്ടായിരുന്നു അവരുടെ സ്നേഹം പരീക്ഷിക്കാൻ. ഞങ്ങക്ക് നേരത്തെ അറിയാവുന്നതാ, ഇല്ലയോ? പിന്നല്ലാതെ ആ